ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ദൈവത്തിന്റെ വചനം നിങ്ങളെ ആത്മീയമായിട്ട് ശക്തിപ്പെടുത്തട്ടെ. വചനം കേൾക്കുമ്പോൾ ഉള്ളിൽ ആത്മീയ ശക്തി ജ്വലിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എളിമയും വിശ്വാസവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ആ വ്യക്തിയെ രക്ഷപ്പെടുത്തും. ഉള്ളില് എളിമയുണ്ടോ, വിശ്വാസമുണ്ടോ, ഒരു കാര്യം ഉറപ്പാണ്, ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് നടത്തും. പലപ്പോഴും പലരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാത്തതിന്റെ, ചില ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടതിന്റെ കാരണം ഈ എളിമ നഷ്ടപ്പെടുമ്പോഴാണ്. എളിമയും വിശ്വാസവും ഒരു വ്യക്തിയിൽ ആഴപ്പെട്ടാൽ ആ വ്യക്തി കാലക്രമത്തിൽ അനുഗ്രഹം പ്രാപിക്കും. ബൈബിളിൽ ഉടനീളം പരിശോധിക്കുമ്പോൾ എളിമയും വിശ്വാസമുള്ള 3 കഥാപാത്രങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഒന്നാമത്തത് സീറോഫിനിഷ്യൻ സ്ത്രീയാണ്. സീറോഫിനിഷ്യൻ സ്ത്രീ ഒരു വിജാതീയ സ്ത്രീയാണ്. ആ വിജാതീയ സ്ത്രീയായ ഈ സീറോഫിനിഷ്യൻ സ്ത്രീ ഈശോയുടെ അടുക്കൽ താഴ്മയോടെ കർത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ താണു വീണ് അപേക്ഷിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അവള് താണു വീണ് അപേക്ഷിച്ചപ്പോൾ കർത്താവ് അവളെ ഗൗനിച്ചില്ല. വീണ്ടും രണ്ടാമതായിട്ട് അവൾ ഈശോയുടെ പിന്നാലെ നടക്കുകയാണ്. എളിമയുടെ അടയാളമാണ്. മൂന്നാമതായിട്ട് ഈശോ അവളെ നിരുത്സാഹപ്പെടുത്തുന്ന വിധത്തില് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് പറയുമ്പോഴും അവിടെ താഴ്മയോടുകൂടി തന്നെ പറയാണ്, കർത്താവെ, നായ്ക്കൾ പോലും യജമാന്മാരുടെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. അവളൊരു വിജാതീയ സ്ത്രീയാണ്. ദൈവാനുഗ്രഹം പ്രാപിക്കാൻ അല്പം പോലും യോഗ്യതയില്ല എന്ന് എളിമപ്പെട്ട് കർത്താവിന്റെ മുമ്പിൽ താണു കഴിഞ്ഞപ്പോൾ അവളെ നോക്കി കർത്താവ് പറയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. ആ എളിമയുടെ അടയാളമാണ് അവൾ താണു വീണ് അപേക്ഷിക്കുന്നത്, ഈശോയുടെ പിന്നാലെ നടക്കുന്നത്. അല്ലെങ്കിൽ അവസാനമായിട്ട് കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവെ, ഞാൻ അനുഗ്രഹത്തിന് അല്പം പോലും യോഗ്യതയില്ല. ഇങ്ങനെ പറഞ്ഞ ഈ സ്ത്രീയെ കർത്താവ് ഏറ്റവും വലിയ വിശ്വാസത്തിന്റെയും എളിമയുടെ അടയാളമായിട്ട് ഉയർത്തുന്നുണ്ട്. അവർക്ക് ശക്തമായ വിശ്വാസം ഉണ്ടായിരുന്നു, ആഴമായ എളിമയുണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തില് ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ദൈവം ഇടപെടുന്നില്ല? ഞാൻ ഇത്രയും നാളായി പ്രാർത്ഥിക്കുന്നു, എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നില്ല? ഇത് നമ്മുടെ ഉള്ളിലെ എളിമയുടെ ചോദ്യമല്ല. രണ്ടാമത്തെ ചോദ്യം, പാപത്തിൽ ജീവിക്കുന്ന പലരും രക്ഷപ്പെടുന്നില്ലേ? ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ ഇതൊന്നും ചെയ്യാത്ത പലർക്കും അനുഗ്രഹം കിട്ടുന്നില്ലേ? അവര് രക്ഷപ്പെടുന്നില്ലേ? എന്തുകൊണ്ടാണ് ദൈവം എന്നോട് അനീതിപരമായിട്ട് പെരുമാറുന്നത്? ദൈവത്തെ ചോദ്യം ചെയ്യുന്നത് നിന്റെ എളിമയുടെ അടയാളമല്ല, ഇവിടെയും നിന്റെ അഹങ്കാരം വെളിപ്പെടുത്തുകയാണ്. മൂന്നാമതായിട്ട്, എത്ര നാളായിട്ട് പ്രാർത്ഥിക്കുന്നു, 3 വർഷമായി, 4 മാസമായി, ഇങ്ങനെ ഒരു കണക്ക് തന്നെ നിരത്തുന്നു. ഇതും എളിമയുടെ അടയാളമല്ല. 3 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയല്ല, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, എത്ര നാളായി പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായിട്ട്, പാപത്തിൽ ജീവിക്കുന്ന പലരും രക്ഷപ്പെടുന്നു, വളരെ വർഷങ്ങളോളമായിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു, ദൈവം എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ഇവിടെ നീ ദൈവത്തെ വിചാരണ ചെയ്യുകയാണ്. ഇത് അഹങ്കാരത്തിന്റെ അടയാളമാണ്. അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 16:5 ആത്മീയ അഹങ്കാരമാണ്. അതല്ലെങ്കിൽ പ്രഭാഷകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ അഹങ്കാരം ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ വെറുപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങളല്ല നീ എളിമപ്പെട്ട് കർത്താവിന്റെ മുമ്പിൽ താണു വീണ് അപേക്ഷിക്കുന്നതാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഈശോയുടെ ശിഷ്യന്മാരുടെ അടുക്കൽ ഒരു പിതാവ് തന്നെ മകന് വേണ്ടി അപേക്ഷയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവർക്ക് സുഖപ്പെടുത്താൻ പറ്റാത്ത സമയത്ത് ഈശോയുടെ അടുക്കലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് വരുന്നുണ്ട്. കർത്താവെ, എന്നിട്ട് ഈ മനുഷ്യൻ പറയണം, അവന്റെ ഒരുപക്ഷെ വളരെ മാനസിക വിഷമത്തിന്റെ, ഈ കുഞ്ഞ് ചെറുപ്പം മുതലേ ഇങ്ങനെ പലപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നു, ഉപദ്രവിക്കപ്പെടുന്നു, അങ്ങോരെയും പതയും പുറപ്പെടുവിക്കപ്പെടുന്നു, പല വഴികളും പല സൊല്യൂഷനും അന്വേഷിച്ചിട്ട് അതിനൊരു കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു അവസരത്തിൽ അവൻ പറയാണ്, കർത്താവെ, കഴിയുമെങ്കിൽ എന്റെ മകനെ സുഖപ്പെടുത്തണമേ. പറയാണ്, കഴിയുമെങ്കിലോ, വിശ്വസിക്കുന്നവരെല്ലാം സാധിക്കും. ഉടനെ ഈ മനുഷ്യൻ ചെയ്യുന്നത് എളിമയോടുകൂടി തന്നെ എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ, താണു വീഴുകയാണ്. അവൻ എളിമപ്പെടുകയാണ്. ആ സമയത്ത് അവന്റെ ഉള്ളിലെ വേദനയാണ് പറയുന്നത്, കർത്താവെ, കഴിയുമെങ്കിൽ, വളരെ നാളായിട്ട് പീഡിപ്പിക്കുന്നു, കഴിയുമെങ്കിൽ എന്റെ മകനെ സുഖപ്പെടുത്തണമേ, അങ്ങനെ സാധിക്കുമെങ്കിൽ. ഇങ്ങനെ പറയുമ്പോൾ ഈശോ അവനോട് ചോദിക്കുവാണ്, കഴിയുമെങ്കിലോ, വിശ്വസിക്കുന്നതിനെല്ലാം സാധിക്കും. ഉടനെ തന്നെ ഈ മനുഷ്യൻ താഴ്മയോട് നിൽക്കുകയാണ്. ഉടനെ തന്നെ കർത്താവ് ആ മകനെ സുഖപ്പെടുത്തുകയാണ്. ഇവിടെ എളിമയാണ്. മൂന്നാമതായിട്ട് കാണുന്നത് ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഈശോ പോകുന്ന സമയത്ത് തന്നെ, ഈശോ കടന്നു പോകുന്ന സമയത്ത് തന്നെ വളരെ വേദനയോടുകൂടി തന്നെ, വളരെ വിഷമത്തോടും വേദനയോടും കൂടി തന്നെ ഈശോയുടെ പിന്നാലെ നേർന്നിരുന്ന രക്തസ്രാവക്കാരി സ്ത്രീ, അവൾ ആഗ്രഹിക്കുന്നില്ല പറയാനായിട്ട്. അവള് സൗഖ്യം പ്രാപിച്ചു, അതുമില്ലെങ്കിൽ അവള് സ്പർശിക്കുന്നത് പോലും പറയുന്നില്ല. അവൾ എളിമയോടുകൂടി സ്പർശിക്കുകയാണ്. ഇവിടെയും അവളുടെ വിശ്വാസത്തിന്റെ അടയാളമാണ്.
നമ്മുടെ ആത്മീയ ജീവിതത്തില് പലപ്പോഴും പല പ്രതിസന്ധികളും പല ഞെരുക്കങ്ങളും പല കഷ്ടതകളിലൂടെ കടന്നു പോകുന്നുണ്ട്, കടുത്ത പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എളിമയാണ്. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹങ്ങൾ ഒരിക്കലും ഒരു വ്യക്തിയുടെ അവകാശമല്ല. അനുഗ്രഹങ്ങൾ ഒരിക്കലും നമ്മുടെ അവകാശമല്ല. നമ്മൾ ഏതെങ്കിലും ഓഫീസിൽ ചെന്ന് നമുക്ക് അവകാശപ്പെട്ടത് ചോദിക്കുന്നത് പോലെയല്ല ദൈവത്തിന്റെ മുമ്പ് ചോദിക്കുന്നത്. അനുഗ്രഹങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ ദാനത്തിന്റെ മുമ്പിൽ നീ എളിമപ്പെടണം. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നിനക്ക് എളിമയുണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, വലിയ മീൻപിടുത്തം, ആ വലിയ മീൻപിടുത്തത്തിന് ശേഷം ശിമിയോൻ പത്രോസ് ചെയ്യുന്നതെന്നാണ്? ശിമിയോൻ പത്രോസ് കർത്താവിന്റെ മുമ്പിൽ താണു വീണിട്ട് പറയാണ്, കർത്താവെ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ്. ശിമിയോൻ പത്രോസിന്റെ എളിമയാണ്. ചില പ്രതിസന്ധികളിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ സ്വയം എളിമപ്പെടണമെന്നാണ്. ചില പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഒക്കെ നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നീ എളിമപ്പെട്ട് കരഞ്ഞ് പ്രാർത്ഥിക്ക്, ദൈവത്തിന് മുമ്പ് താഴ്മയോടെ നിൽക്ക്. പലപ്പോഴും പല പ്രശ്നങ്ങളുടെയും കാരണം എന്റെ തന്നെ കുറവാണ്, എന്റെ വീഴ്ചയാണ് എന്ന് സ്വയം ദൈവത്തിന്റെ മുമ്പിൽ അഡ്മിറ്റ് ചെയ്യും. അപ്പോഴായിരിക്കും ദൈവം നിന്നെ കൂടുതൽ അനുഗ്രഹിക്കുന്നത്. അല്ലാതെ നമ്മൾ നമ്മുടെ ന്യായീകരണങ്ങൾ നടത്തിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഇത്ര നാൾ പ്രാർത്ഥിച്ചു, ഇത്ര ഉപവാസം എടുത്തിട്ടുണ്ട്, പല കാര്യങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല, ഇങ്ങനെ ന്യായീകരിക്കുന്നിടത്ത് ഒരിക്കലും ദൈവകൃപ ഉണ്ടാകണമെന്നില്ല. നീ സ്വയം എളിമപ്പെടുക. ബാഹ്യ വിശ്വാസം കൊണ്ടല്ല, ഉള്ളിലെ ഫെയ്ത്താണ്. നിന്റെ ഉള്ളില് ആഴമായ വിശ്വാസം ഉണ്ടായിരിക്കണം, ഈശോ എന്നെ സുഖപ്പെടുത്തുമെന്ന്. ഇത് ഉള്ളിലെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ആത്മീയ ജീവിതത്തിൽ രക്ഷ പ്രാപിക്കണമെങ്കിൽ നിനക്ക് ഉള്ളിൽ ശക്തമായ വിശ്വാസം ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് ചിന്ത ഓർമ്മിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ശക്തമായിട്ട് വിശ്വസിക്കുക; രണ്ടാമത്, ആഴമായിട്ട് എളിമപ്പെടുക. ശക്തമായിട്ട് വിശ്വസിക്കുക, ആഴമായിട്ട് എളിമപ്പെടുക. അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.